പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എമ്പുരാൻ മലയാളത്തിൽ ഇതുവരെയുള്ള സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ്. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോളതലത്തിൽ 250 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. ആദ്യ ദിവസ കളക്ഷൻ ഏറ്റവും വേഗത്തിൽ 50, 100, 200 കോടി തുടങ്ങി നിരവധി റെക്കോർഡുകളാണ് എമ്പുരാന് ഉള്ളത്. എന്നാൽ എമ്പുരാൻ തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡുണ്ട്. OTT ഡീലിൽ ദുൽഖർ ചിത്രത്തെ എമ്പുരാന് മറികടക്കാനായില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അഭിലാഷ് ജോയ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കിങ് ഓഫ് കൊത്തയാണ് എമ്പുരാൻ മറികടക്കാൻ സാധിക്കാത്തത്. നിലവിൽ മലയാളത്തിൽ റെക്കോർഡുകൾ തകർത്ത് OTTയിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൽ വിറ്റുപോയത് കിങ് ഓഫ് കൊത്തയാണ്. തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്താണ് മോഹൻലാൽ ചിത്രമായ എമ്പുരാനുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കിങ് ഓഫ് കൊത്ത സ്ട്രീം ചെയ്യുന്നത്. വൻ ഹൈപ്പിൽ നടത്തിയ സിനിമയ്ക്ക് മോശം പ്രതികരണമായിരുന്നു ലഭിച്ചത്. ബോക്സ് ഓഫീസിലും കാര്യമായ ചലനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ് എമ്പുരാനും റിലീസ് ചെയ്യുക. തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ചിത്രം സ്ക്രീം ചെയ്യുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. എമ്പുരാന്റെ മലയാള പതിപ്പ് മാത്രമായി 94 കോടി രൂപ നേടിയെന്നാണ് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. 6 കോടി കൂടി സ്വന്തമാക്കിയാൽ ചിത്രത്തിന്റെ മലയാള പതിപ്പിന് മാത്രം 100 കോടി എന്ന സംഖ്യയിലെത്തും. മാർച്ച് 27 സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്തത്. ആദ്യ ദിവസം മുതൽ സിനിമ മികച്ച കളക്ഷനോടുകൂടിയാണ് മുന്നേറിയത്. ആദ്യ ദിനത്തിൽ 67 കോടിയിലധികം നേടിയ സിനിമ 48 മണിക്കൂർ പിന്നിടും മുമ്പേ ആഗോളതലത്തിൽ 100 കോടി ക്ലബ്ബും എത്തിയിരുന്നു.